ഹായ് ഗേൾസ്, നിങ്ങൾ എല്ലാവരും ഇസ്രലെ ടെറ്റ IPL കാണുമായിരിക്കുമല്ലോ. ഇന്ന് ഞാൻ നിൽക്കുന്നത് മാച്ച് നമ്പർ 54 PBKS വേഴ്സസ് LSG ലൈവ് ഫ്രം ധർമ്മശാല. പഞ്ചാബ് കിങ്സ് ഒരു ത്രില്ലറിനുമായി ഇറങ്ങുമ്പോൾ ലക്നൗ പ്ലേ ഓഫ് സാധ്യതകൾക്കായി വിജയിക്കാൻ വേണ്ടി എത്തുകയാണ്. രണ്ട് ക്യാപ്റ്റന്മാർ, ഒരാൾ 27 കോടിക്ക് മേടിച്ച് ഋഷഭ് പന്ത് ഇതുവരെ ഫോം ആയിട്ടില്ലെന്നുള്ള ഒരു ചോദ്യം ഒരു കാര്യമാണ്. അതുപോലെ ശ്രേയസ് അയ്യർ ഉജ്ജ്വല ഫോമിൽ കാണുവാനും ബിഗ് എമൗണ്ടിന് മേടിച്ച 2 പ്ലേയേഴ്സ് ആർക്കാണെന്ന് സാധ്യത അറിയില്ല. പക്ഷേ ധർമ്മശാലയിൽ മാറിയില്ലെങ്കിൽ ഒരു 20 ഓവർ മാച്ച് നടന്നേക്കും. ഋഷഭ് പന്ത് ഇന്ന് അവരുടെ ഓൾഡ് ടീംമേറ്റിനെ മീറ്റ് ചെയ്യുകയാണ്, ശ്രേയസ് അയ്യർ. അതുകൊണ്ട് തന്നെ ഒരു ഉജ്ജ്വല മത്സരം നമുക്ക് കണ്ടിരിക്കുന്നു. പക്ഷേ അയ്യരാണോ വിജയിക്കുക, അത് ഋഷഭ് പന്ത് എന്ന് ചോദിച്ചാൽ അറിയില്ല. രണ്ടുപേരും നല്ല ഫോമിലാണ്. പക്ഷേ പ്രഡിക്റ്റഡിൽ വിന്നേഴ്സിൽ ലക്നൌവിന് ഒരു 50% ഉണ്ട്. പക്ഷെ പഞ്ചാബ് സാധ്യത താഴ്ത്തിക്കില്ല. അവർക്കും 100% കൂടുതൽ പഞ്ചാബിനാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പഞ്ചാബ് ജയിച്ചേക്കും. പക്ഷേ ആർക്കാണ് വിന്നറിലും നമുക്കതിൻ്റെ ആവശ്യമില്ല. ഒരു ഡ്രീമിലാണ് പ്രഡിക്റ്റഡ് ടീം ഞാൻ പറയുന്നുണ്ട്. നമുക്ക് ക്യാപ്റ്റനാക്കാൻ പറ്റുന്നത് നിക്കോളാസ് പൂരനെയാണ്. വൈസ് ക്യാപ്റ്റനും ആയിട്ട് മാർക്കരവും. അവരായിരിക്കും ഇന്ന് സ്കോർ ചെയ്യുക. ബൗളേഴ്സിൻ്റെ പിക്കിൽ നമ്മൾ ഇടേണ്ട പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ പഞ്ചാബിന് അർഷ്ദീപ് സിംഗും മാർക്കോ ജാൻസണും സുന്ദര ചഹാലുമാണ്. ലക്നൌവിന് മായങ്ക് യാദവ്. അങ്ങനെയാണ് നമ്മൾ ഇടേണ്ടത്. പക്ഷേ ഈ ഡ്രീമിൽ പ്ലേയിങ് കാണിച്ചപ്പോൾ ഉജ്ജ്വലമായേക്കും എന്നില്ല. പക്ഷേ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിലും നല്ലത് പറഞ്ഞേക്കും എന്ന് ഞാൻ പറയുന്നുണ്ട്. ഇതൊരു ഹ്യൂജ് ത്രില്ലർ മാച്ച് തന്നെയാണ്. ഇതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരം രാജസ്ഥാൻ ജയിക്കാനാകുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കണ്ണുകളും വീണ്ടും വൈഭവ് സൂര്യവംശിലേക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു പ്രഡിക്റ്റഡ് പ്ലേയിങ്ങിലേക്ക് എത്തുകയാണ്. പഞ്ചാബ് കിങ്സിൻ്റെ പ്രഡിക്റ്റഡ് പ്ലേയിങ്ങിന് വേണ്ടി നമുക്ക് പറയാനുള്ള പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ റിയാൻ ഷാജിയ, ശ്രേയസ് അയ്യർ, ജോഷ് ഇംഗ്ലീഷ്, നെഹൽ വന്ദേര, മാർക്കസ് സ്റ്റോയിനിസ്, ശശാങ്ക് സിംഗ്, ഹർപ്രീത് ബ്രാ, മാർക്കോ യാൻസൺ, അർഷ്ദീപ് സിംഗ്, യുസ്വേന്ദ്ര ചഹാൽ, സേവ്യർ ഡട്ട്ലെറ്റ് എന്നിവരായിരിക്കും. ചിലപ്പോൾ ലോക്കി ഫെർഗ്യൂസൺ ആയിരിക്കും ടീമിൽ സ്ഥാനം കൂടുതലും. അതുകൊണ്ട് അദ്ദേഹമുണ്ട്. പക്ഷേ ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷൻസിൽ രഘുസിംഹാജൻ സിംഗ് തന്നെ ഇമ്പാക്റ്റ് ആയിരിക്കും. അദ്ദേഹം ഉജ്ജ്വല ഫോമിൽ തുടരുകയാണ്. പ്രിയാൻ ഷാരി സെഞ്ചുറിക്ക് ശേഷം റൺസ് അടിച്ചിട്ടുണ്ടെങ്കിലും ഇനി അദ്ദേഹത്തിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇന്നും ധർമ്മശാല മത്സരത്തിൽ അദ്ദേഹം ഹോം ഗ്രൗണ്ടിലെത്തുകയാണ്. പ്രിയാൻ ഷാരിയ കാത്തിരുന്ന് കാണണം ആര് ജയിക്കുമെന്ന്. ലക്നൌവിനൊരു ഭാഗത്ത് അവരുടെ മാർക്കരം ഉജ്ജ്വല ഫോമിൽ മിച്ചൽ മാർഷിൻ്റെ ഫോം തിരിച്ചെടുക്കാൻ അദ്ദേഹത്തിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും കാണും. അതിനുശേഷം പൂരനും ബദോണിയും പന്തും സമതും മായങ്ക് യാദവും രവി ബിഷ്ണോയും ദിഗ്വേഷ് റാത്തിയും അതുപോലെ ആവേശ് ഖാനും അവർക്ക് ചിലപ്പോൾ ഒരു റാറ്റിനെ ഔട്ടാക്കാൻ സാധിച്ചാൽ അത് ഗുണകരമായിരിക്കും. അല്ലെങ്കിൽ അത് സാധിച്ചില്ലെങ്കിൽ അവരുടെ പ്ലേ ഓഫ് സാധ്യത പോയി അവർ താഴെ നിൽക്കും. അതുകൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല. പഞ്ചാബ് കിങ്സ് ഇവിടെ എത്തുകയാണ് ധർമ്മശാലയിൽ ഒരു ഉജ്ജ്വല മത്സരത്തിനായി. പിന്നീട് ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷൻസിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റാർക്കും ഇനി സാധ്യതയില്ല. വാട്ട് എ മാച്ച് വി ആർ ഗോയിങ് ടു വിറ്റ്നസ് അറ്റ് ധർമ്മശാല വൺസ് അഗെയിൻ. ഇതൊരു ഹ്യൂജ് മാച്ചാണെന്ന് കാത്തിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഗുണകരമായി തീരുന്നത് ഈ മത്സരത്തിൻ്റെ വിജയമായിരിക്കും. അതുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് ഇന്ന് ജയിച്ചിട്ടും കാര്യമില്ലെന്നറിയാമല്ലോ. പക്ഷേ കൊൽക്കത്ത ജയിച്ചാൽ അവരുടെ പ്ലേ ഓഫ് സാധ്യത നിൽക്കും. പഞ്ചാബ് ജയിച്ചാൽ അത് അങ്ങനെ തന്നെയാണ്. 14 പോയിന്റുകളായി അവർ 16 അവർക്ക് പ്ലേ ഓഫിൽ കയറാനായി ആദ്യ ടീമാകാൻ സാധിക്കും.
തോറ്റാൽ അവർക്ക് സദ പറയും. പക്ഷേ ഗ്ലെൻ മാക്സ്വെലിനെ ടീമിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഓസീസ് താരം ഗ്ലെൻ മാക്സ്വെൽ ടീമിൽ നിന്ന് പുറത്തായതുകൊണ്ട് ഇന്ന് ആരാണെന്ന് അറിയില്ല. മറ്റാരെങ്കിലും ആയിരിക്കും, അത് നമുക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണണം ആര് ജയിക്കുമെന്ന്. രണ്ടും മോശം ടീമുകളല്ല, രണ്ടുപേർക്കും ഇല്ല പവർഫുൾ ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജയിക്കുന്ന ടീം ഏറ്റവും കൂടുതലായി നല്ല രീതിയിൽ പവർഫുൾ ഹിറ്റേഴ്സ് ഉള്ള ടീം പഞ്ചാബാണ്. അവർക്ക് ജയിക്കാനാവും. എന്താണ് നമ്മൾ ഈടാൻ കാണിച്ചിരിക്കേണ്ടത്? ആൻഡ്രൂ റസലിൻ്റെ അടിയോ, എന്തൊരു അടിയാണത്! 22 ബോളിലാണ് അദ്ദേഹം 50 വെച്ചത്. അതുപോലെ മില്ലർ ഫോമാകുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. ഈ മത്സരം നമുക്ക് കാത്തിരുന്ന് കാണാം ആര് ജയിക്കുമെന്ന്. Let's wait and see. Please like, share and subscribe. Thank you.